ഡൽഹിയിലെ ത്രിലോക്പുരിയിലായിരുന്നു അശോക് മീനാക്ഷി ദമ്പതികൾ താമസിച്ചിരുന്നത്. 2025 ഫെബ്രുവരി 18 പ്രയാഗ്രാജ് നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് ഇവർ അന്നത്തെ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അവിടെയൊക്കെ പോയി സ്നാനമൊക്കെ കഴിഞ്ഞ് തൻ്റെ വീട്ടിലോട്ട് വിളിച്ച് മക്കളോട് ഈ ഒരു മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീ സംസാരിച്ചതാണ്. അതായത് നാളെ 19-ാം തീയതി ട്രെയിൻ പിടിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ടെത്തും, അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ തങ്ങും, അപ്പോൾ സ്നാനവും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഇനി നേരെ റൂമിലോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്തതായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഫെബ്രുവരി 18-ാം തീയതി തന്നെ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ ഇവരുടെ അച്ഛനായിട്ടുള്ള അശോക് വിളിക്കുകയാണ്, വീട്ടിലോട്ട് വിളിക്കുകയാണ്, മക്കളെ വിളിക്കുകയാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, അമ്മയെ കാണാനില്ല എന്നുള്ളത്. അതായത് തിരക്കിൻ്റെ ഇടയിൽ കൈവിട്ട് പോയതാണെന്നും പിന്നീട് അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല എന്നുള്ള തരത്തിൽ ആള് പറയുകയാണ്. അശ്വിൻ എന്നായിരുന്നു ഇവരുടെ മൂത്ത മകൻ്റെ പേര്, ആദർശ് എന്നായിരുന്നു രണ്ടാമത്തെ മകൻ്റെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഒരു വാർത്ത കേട്ട് ആകെപ്പാടെ ഞെട്ടിത്തെരിച്ചു പോയി. ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കരയുകയായിരുന്നു. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അമ്മയും കൊണ്ട് ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കോള് കട്ട് ചെയ്യാണ്. ആ സമയത്ത് മക്കൾക്കൊക്കെ ഭയങ്കര പേടിയായി. കാരണം അതിന് കുറച്ച് ദിവസങ്ങൾ മുൻപ് തിക്കിലും തിരക്കിലൊക്കെ പെട്ട് പ്രയാഗ്രാജ് ഒരുപാട് ആളുകൾ മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് തങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഈ മക്കൾക്ക് ഉണ്ടാവുകയാണ്. അശോക് നേരെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് അനൗൺസ്മെൻറ്റ് സെൻറ്ററിലോട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ പ്രയാഗ്രാജ് കുംഭമേളയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ 24 hours ആ ഒരു സ്പീക്കറിൽ ആരെങ്കിലും കാണാണ്ടായതിനെക്കുറിച്ചും ആരെങ്കിലും കണ്ടു കിട്ടിയതിനെക്കുറിച്ചും, ചെറിയ മക്കളെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള സ്ത്രീകളെ കിട്ടിയിട്ടുണ്ടെന്നുള്ള അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ ഒരുപാടധികം ആളുകൾ തിക്കിലും തിരക്കിലൊക്കെ പെട്ടിങ്ങേറ്റ് അവിടെ കാണാതായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടെ ചെന്ന് സ്ത്രീയുടെ പടവും കൊടുത്തു, അതേപോലെ തന്നെ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അശോക് അവിടെ ചെന്ന് പറയുകയാണ്. അതിനുശേഷം അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാലും അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ മീനാക്ഷി എങ്ങോട്ടാണ് പോയത്? അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചു. പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പിറ്റേ ദിവസമായി ഫെബ്രുവരി 19. അപ്പോൾ ഈ ഒരു പ്രയാഗ്രാജ് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ലോഡ്ജിൽ അവിടുത്തെ ജീവനക്കാർ നേരെ മുകളിൽ ആളുകൾ ചെക്കൗട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ ചെന്നിട്ട് വിളിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച ആൾ കാണുന്നത്. ആൾ കണ്ട് ആകെ അലറി വിളിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ ഒരു സ്ത്രീ കഴുത്തിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ആളുകളെല്ലാവരും തന്നെ കൂടി നേരെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാരങ്ങനെ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അവർ ഈ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി നോക്കുമ്പോൾ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. കാരണം അവിടെ ID കാർഡും കാര്യങ്ങളൊന്നും വാങ്ങാതെയായിരുന്നു ഇവർക്ക് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നുണ്ടെങ്കിൽ അത്രയും ചെറിയ ലോഡ്ജ് ചില സ്ഥലങ്ങളിൽ വാങ്ങില്ലല്ലോ. അങ്ങനെയുള്ളൊരു ചെറിയ ലോഡ്ജിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ പോലീസുകാർ ബോഡിയൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. പോലീസുകാർ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ആ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ ആ ലോഡ്ജിൻ്റെ ചുറ്റൊന്നും CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആരുടെ കൂടെയാണ് വന്നത്, ഇവർ ഒറ്റക്കാണോ വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടാണോ വന്നത് ഉള്ള കാര്യങ്ങൾ പോലും ഇവർക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത പോലീസ് സ്റ്റേഷനുകളിലോട്ടും മറ്റുമൊക്കെ ഇവർ ഷെയർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തു. അതായത് ഇവരെക്കുറിച്ച് അറിയുന്നവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. മീനാക്ഷിയെ കാണാതായി 2-3 ദിവസം കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി 21, 2025 ഈ അശ്വിനും ആദർശും നേരെ അമ്മയെ അന്വേഷിച്ചിങ്ങായിട്ട് പ്രയാഗ്രാജിലോട്ട് വരികയാണ്. ഇവരുടെ കൂടെ ഇവരുടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആദ്യം തന്നെ അവിടെയുള്ള പോലീസുകാരുടെ അടുത്ത് ആ ഒരു അമ്മയെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നേരെ റെയിൽവേ പോലീസുകാർ അമ്മയുടെ ഫോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ ഒരു ഫോട്ടോ നോക്കി. അങ്ങനെ കുറച്ച് പോലീസുകാർ നോക്കിയ സമയത്ത് ഇവരുടെ ഗ്രൂപ്പുകളിലും മറ്റും അതേപോലെ തന്നെ എല്ലായിടത്തും അലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മേർഡർ നടന്ന കാര്യം. അപ്പോൾ ഇവർ പറയുന്നതും അതും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. ഏറെക്കുറെ അവർക്കും തോന്നി. അങ്ങനെ അവർ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ 4 പേരും അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ജുൻസി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു പോലീസ് സ്റ്റേഷനായിരുന്നു അത്. അപ്പോൾ നേരെ അവിടെ ചെന്നു. എന്നിട്ട് അവിടുത്തെ പോലീസുകാരുടെ അടുത്ത് ഇതേപോലെ തന്നെ കാര്യം പറഞ്ഞു. അവർക്ക് ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്ത്രീ ആയിരിക്കാമെന്ന് തോന്നി. അപ്പോൾ അവർ ഇവരുടെ അടുത്ത് കാര്യം പറയുകയാണ്. അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്കൊരു ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോഡിയും നിങ്ങളുടെ അമ്മയുടെ ഈ ഒരു ഫോട്ടോയും തമ്മിൽ നോക്കുമ്പോൾ സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ബോഡി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു.
ഇവരാകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലായി. കാണാതായ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തിരിച്ചു പോകണമെന്ന് ചിന്തിച്ച് വന്ന അവർ ഒരു ബോഡിയുടെ കാര്യം പറഞ്ഞ കേട്ടപ്പോൾ തന്നെ ആകപ്പാടെ തകർന്നു പോയി. ഇത് തങ്ങളുടെ അമ്മയാകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ നേരെ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോയത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അത് മീനാക്ഷിയുടെ ബോഡി തന്നെയായിരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ആകപ്പാടെ തകർന്നു പോവുകയാണ്. അങ്ങനെ പോലീസുകാർ ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഇതേപോലെ തന്നെ പ്രയാഗ്രാജ് കുംഭമേളക്ക് വന്നതാണ്, അതിനുശേഷം കൂട്ടത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി എന്നാണ് അച്ഛൻ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ഇവർക്ക് സംശയം തോന്നിയ കുറച്ച് CCTV വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പല പല സ്ഥലത്ത് നിന്ന്. അതിലുള്ള ഒരു വിഷ്വൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40-ന് മേലെ പ്രായം തോന്നിക്കുന്ന ഒരാൾ കുറച്ച് ലഗേജ് ആയിട്ട് നടക്കുന്നുണ്ട്, അതായത് സഞ്ചിയും കാര്യങ്ങളാണ്. എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ആൾ പോവുകയാണ്. അതായത് ആൾ ലഗേജ് മറന്നു വെച്ച് പോകുന്നത് പോലെയല്ല, ആളതവിടെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് പോകുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വിഷ്വലിൽ അവരെ കാണിച്ചു കൊടുത്തപ്പോൾ പോലീസുകാർക്ക് അറിയില്ലായിരുന്നു ഈ ഒരു മർഡറും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എന്തോ ഒരു വശവശക്ക് തോന്നിയതുകൊണ്ട് അവരത് എടുത്തു വെച്ചതാണ്. ആ ഫുട്ടേജും കാര്യങ്ങളും ഇവരിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ രണ്ടുപേരും ആകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അത് ഇവരുടെ അച്ഛനായിട്ടുള്ള അശോകായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ലഗേജ് ആയിരുന്നുണ്ടാകുന്നു ആ ഒരു കവറിൻ്റെ ഉള്ളിലെന്നും ഈ മക്കൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ പോലീസിന് ഈ ഒരു അശോകിൻ്റെ മേൽ സംശയം തോന്നുകയാണ്. ആൾ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഡ്രാമ കളിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പോലീസുകാർക്ക് തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു അശോകിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിച്ചു. അപ്പോൾ ഈ മക്കളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അച്ഛനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അമ്മനെ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി, അമ്മ മരിച്ച വിവരവും കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട, വളരെ നോർമലായിട്ട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മക്കൾ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, അച്ഛൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനും നിങ്ങളുടെ അമ്മനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അച്ഛൻ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം, നമുക്ക് ഒന്നിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഒരു സ്ഥലം പറയുകയാണ്. അപ്പോൾ അവിടോട്ട് വരാമെന്ന് ഈ മക്കൾ ഏറ്റു. അങ്ങനെ ആ ഒരു കോൾ കട്ടാവുകയാണ്. ഇതെല്ലാം തന്നെ പോലീസുകാരും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഫുള്ള് സെറ്റായി. ഭൈരവ ക്രോസിങ്ങിൻ്റെ അവിടെയായിരുന്നു ആൾ പറഞ്ഞ ലൊക്കേഷൻ. നേരെ ഈ മക്കളും ആ 2 ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആളും എത്തി. ആളെത്തിയപ്പോഴത്തേനും അവിടെ മഫ്തിയിൽ റെഡി ആയിട്ട് നിന്നിരുന്ന പോലീസുകാരും നേരെ വന്ന് ആളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത ആദ്യ സമയത്ത് ആളൊന്നും തന്നെ സമ്മതിച്ചില്ല. എന്നാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആൾ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ജോലി സ്ഥലത്തുള്ള ഒരു സ്ത്രീയുമായിട്ട് ആൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു ഏർലി 30s ഇയാൾക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, 2 മക്കളുണ്ട്. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചിങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മീനാക്ഷി ഇത് കണ്ടെത്തുകയാണ്. അതിനുശേഷം ഇവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആ ഒരു സ്ത്രീയുടെ കാര്യവും പറഞ്ഞുകൊണ്ട്. ഇയാൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയെ വേണ്ട, ആ ഒരു സ്ത്രീയെ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പം എങ്ങനെയെങ്കിലും ഭാര്യയെ ഒഴിവാക്കണം എന്ന് ആൾ ചിന്തിക്കുകയാണ്. ജസ്റ്റ് അങ്ങനെ ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റില്ല, ഇവളെൻ്റെ അടുത്തുനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവൾ മരിച്ചു പോകണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു ചിന്തയിലോട്ട് ആളെത്തുകയാണ്. അങ്ങനെയാണ് തൻ്റെ വൈഫിനെ കൊല്ലാനായിട്ട് ആൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രയാഗ്രാജിൽ വെച്ചിങ്ങേറ്റ് ചെയ്ത കൊലപാതകം ആളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല, സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2 മാസങ്ങൾക്ക് മുൻപ് ആളുടെ ഭാര്യയെ കൺവിൻസ് ചെയ്യാണ്. അതായത് കുറച്ച് നാളുകൾ ആൾ വളരെ നന്നായിട്ട് നടന്നു, അതായത് ആ റിലേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ഭാര്യയെ വിശ്വസിപ്പിച്ചു. വളരെ നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവായിട്ട് നടന്നു. അതിനുശേഷം ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് 2 മാസം മുൻപ് ആൾ ഭാര്യയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എന്തായാലും ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് കാശിയിൽ പോകണം, എനിക്ക് എങ്ങനെ കുളിക്കണം, എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് കഴുകി കളയണം, നമുക്ക് 2 പേർക്ക് കൂടെ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയും അയാളും കൂടെ പോവുകയായിരുന്നു. അവിടെ എത്തി ഏതെങ്കിലും ID കാർഡ് ചോദിക്കാത്ത ലോഡ്ജിൽ കയറിയിട്ട് ഭാര്യയെ കൊന്നു കളഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, സോ തന്നെ പിടികൂടാനും പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നേരെ കാശിയിലെത്തി. അവിടെ എത്ര അന്വേഷിച്ചിട്ടും ആൾക്ക് ഇതേപോലെ ID കാർഡ് വേണ്ടാത്തൊരു ലോഡ്ജ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് എത്ര ചെറിയ എങ്ങനെയുള്ള ലോഡ്ജിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ID കാർഡ് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾക്ക് എന്താ പറയുക പ്രയാഗ്രാജിൽ കുംഭമേളയുടെ ഐഡിയ വരുന്നത്. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുംഭമേള ഉണ്ട്, അവിടെ വൻ ജനത്തിരക്കായിരിക്കും. അപ്പോൾ അധികം ID കാർഡിൻ്റെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് ഈ കുളിയും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ആളവിടെ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എന്താ പറയുക സ്നാൻ ചെയ്തു. അങ്ങനെ നേരെ ആൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഭാര്യയും കൊണ്ട് ഈ ഒരു പ്രയാഗ്രാജിലോട്ട് വരുന്നത് ആള് മഹാകുംഭമേളയ്ക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ അവർ ഫെബ്രുവരി 18 രാവിലെ തന്നെ സ്നാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇവർ റൂം എടുത്തപ്പോൾ ആൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ ID കാർഡ് കൊടുക്കേണ്ടാത്തൊരു സ്ഥലം സെറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു റൂമിലോട്ട് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ത്രീ ടോയ്ലറ്റിലുള്ള ടൈമിൽ ഇവർ ബാക്കിൽ നിന്ന് ഇയാൾ അറ്റാക്ക് ചെയ്യായിരുന്നു. ഇയാൾ ഓൾറെഡി ഭാര്യ അറിയാതെ മർഡർ വെപ്പണായിട്ടുള്ള കത്തിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായിട്ട് കഴുത്തിലും മറ്റും കുത്തി കൊലപ്പെടുത്തി ആള് ഫുൾ ലഗേജും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് പോവുമായിരുന്നു. അതായത് ആളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ ആരാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലോ ഒന്നും തന്നെ ആളവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ബോഡിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അതങ്ങനെ കേസ് തള്ളിപ്പോകുന്നായിരുന്നു ഇയാൾ ചിന്തിച്ചത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ ഈ അശോകിൻ്റെയും മീനാക്ഷിയുടെയും 2 മക്കളായിട്ടുള്ള അശ്വിനിയും അതുപോലെ തന്നെ ആദർശും ആകപ്പാടെ ഷോക്കായി പോവുകയാണ്. അതിനുശേഷം പിന്നീട് അവർ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അയാളിപ്പോൾ ജയിലിലാണ്, കേസാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റിസൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.